ഈ പാം റെയ്നോൾഡ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ജനറൽ അനസ്തേഷ്യ നൽകും. ഇവിടെ ജനറലായിട്ട് അനസ്തേഷ്യ നൽകി. ചെവിയിൽ സ്പെഷ്യൽ ക്ലിക്കിംഗ് സൗണ്ട്, ഇയർപോഡ്സ്, ഐസിൻ്റെ കോഡ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് DHCA. ബോഡി ടെമ്പറേച്ചർ 15 ഡിഗ്രി സെൽഷ്യസ്, ECG ഫ്ലാറ്റ് ലൈൻ, ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്ഡ്, ഹാർട്ട് സ്റ്റോപ്ഡ്, ബ്രെയിൻ ഫങ്ഷൻ 0. അങ്ങനെ ഓപ്പറേഷൻ വിജയകരമായി തന്നെ പൂർത്തിയാക്കി നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്ന പാം പറഞ്ഞത് വിചിത്രമായ കാര്യങ്ങളാണ്. അതും നടക്കാൻ ടെക്നിക്കലി 1% പോലും സാധ്യതയില്ലാത്ത കാര്യങ്ങൾ. ഓപ്പറേഷൻ സമയത്ത് ഒരു ഘട്ടത്തിൽ താൻ തൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നെന്നും, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള മതങ്ങളിൽ നമ്മളെ ആത്മാവ് എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടുണ്ട്. പുറത്തോട്ട് വരുന്ന ഒരു സംഭവം നമ്മൾ എല്ലാ മതത്തിലും ഒരുപോലെ അടിവരയിട്ട് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ പാം റെയ്നോൾഡ്സും പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഓപ്പറേഷൻ സമയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ താൻ തൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്നെന്നും താഴെ തൻ്റെ ശരീരത്തിൽ തന്നെ താൻ കണ്ടെന്നും പാം പറഞ്ഞു. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച ടൂള്, അതിൻ്റെ ഷേപ്പ്, സൗണ്ട് എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പാം അവിടെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒപ്പം സർജറി സമയത്ത് ഡോക്ടർമാരടക്കം പറഞ്ഞ കാര്യങ്ങൾ